ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു. അധ്യായം 15 പുരുഷോത്തമയോഗം. ശ്ലോകം 6. ന തത് ഭാസയതേ സൂര്യോ ന ശശാങ്കോ ന പാവകഃ യദ്ഗത്വാ ന നിവർത്തന്തെ തദ്ധാമ പരമം മമ. വിവർത്തനം. പരമമായ എൻ്റെ ആവാസസ്ഥാനത്ത് സൂര്യചന്ദ്രന്മാരോ അഗ്നിയോ വൈദ്യുതിയോ വെളിച്ചം വീശുന്നില്ല. അവിടെ ചെന്നെത്തിയവർ ഒരിക്കലും ഭൗതിക ലോകത്തിലേക്ക് തിരിച്ചു വരില്ല. ഭാവാർത്ഥം: പരമപുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ വാസസ്ഥാനത്തെ ഗോലോക വൃന്ദാവനമെന്ന കൃഷ്ണലോകത്തെ ഇവിടെ വർണ്ണിക്കുന്നു. പരവ്യോമത്തിൽ സൂര്യചന്ദ്രന്മാരോ അഗ്നിയോ വൈദ്യുതിയോ വെളിച്ചം പരത്തേണ്ട ആവശ്യമില്ല. അവിടെ എല്ലാ ഗ്രഹങ്ങളും സ്വയം പ്രകാശങ്ങളത്രേ. ഈ വിശ്വത്തിൽ സൂര്യന് മാത്രമേ സ്വയം പ്രകാശമുള്ളൂ. പരവ്യോമത്തിലെ എല്ലാ ഗ്രഹങ്ങളും സ്വയം പ്രകാശിതങ്ങളാണ്. വൈകുണ്ഠങ്ങളെന്നറിയപ്പെടുന്ന ഗ്രഹങ്ങളുടെ ഉജ്ജ്വല പ്രകാശമാണ് പരവ്യോമം. ഇത് ബ്രഹ്മജ്യോതി എന്നറിയപ്പെടുന്നു. വാസ്തവത്തിൽ ഈ പ്രഭാപൂരം പൊഴിയുന്നത് കൃഷ്ണലോകമെന്ന ഗോലോക വൃന്ദാവനത്തിൽ നിന്നാണ്. ഈ പ്രഭാപൂരത്തിൻ്റെ ഒരു ഭാഗം മഹത്തത്വമെന്ന ഭൗതിക പ്രപഞ്ചത്താൽ ആവരണം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. വെട്ടിത്തിളങ്ങുന്ന ഭൂരിഭാഗവും വൈകുണ്ഠമെന്നറിയപ്പെടുന്ന ആധ്യാത്മിക ലോകങ്ങളാൽ നിറഞ്ഞിരിക്കുന്നു. ഇവയിൽ സുപ്രധാനമാണ് ഗോലോക വൃന്ദാവനം. ഇരുളടഞ്ഞ ഈ ഭൗതിക ലോകത്തിൽ ജീവസത്തയുടെ ജീവിതം ബദ്ധമാണ്. കീഴ്മേലായി നിൽക്കുന്ന ഈ മായാവൃക്ഷത്തെ ഛേദിച്ച് പരവ്യോമത്തിലെത്തിയാൽ അയാൾ മുക്തനായി. പിന്നെ തിരിച്ചു വരുന്ന പ്രശ്നമേയില്ല. ബന്ധനാവസ്ഥയിലായിരിക്കെ ഭൗതിക പ്രപഞ്ചത്തിൻ്റെ ഉടമയെന്ന് അഭിമാനിച്ചാലും സ്വതന്ത്രാവസ്ഥയിൽ ആത്മാവ് ആധ്യാത്മിക സാമ്രാജ്യത്തിലെത്തി ഭഗവാന്റെ സഹചാരിയായി തീരുന്നു. ശാശ്വതാനന്ദവും ശാശ്വത ജീവിതവും പൂർണ്ണജ്ഞാനവും നേടുന്നു. ഈ അറിവുകൊണ്ട് നാം പ്രചോദിതരാവണം. ഇതറിഞ്ഞ ഒരാൾക്ക് സത്യത്തിൻ്റെ തെറ്റായ പ്രതിച്ഛായയിൽ നിന്ന് സ്വയം പുറത്തു കടന്ന് ശാശ്വതലോകം പ്രാപിക്കണമെന്ന് ആഗ്രഹമുണ്ടാവണം. ഭൗതിക ലോകത്തോട് അതിയായ ആസക്തിയുണ്ടെങ്കിൽ അത്ര വേഗം അതിനെ വിട്ടൊഴിയാനാവില്ല. കൃഷ്ണാവബോധ പ്രവർത്തനം കൊണ്ട് ക്രമേണ വിരക്തി വരാനുള്ള സാധ്യതയുണ്ട്. കൃഷ്ണാവബോധമുള്ള ഭക്തന്മാരുമായി സഹവസിക്കുകയും അത്തരമൊരു സമൂഹത്തെ തേടിക്കണ്ടെത്തുകയും വേണം. അങ്ങനെ ഭക്തിയുത ഭഗവത് സേവനം പരിശീലിക്കണം. എന്നാൽ ഭൗതികതയോടുള്ള ആസക്തി മുറിച്ചു നീക്കാൻ കഴിയും. കാവിയുടുത്തതുകൊണ്ട് മാത്രം ഭൗതികാകർഷണങ്ങളിൽ നിന്ന് വിട്ടൊഴിയാൻ സാധ്യമല്ല. ഭക്തിയുത ഭഗവത് സേവന കർമ്മത്തിൽ ആസക്തി ഉണ്ടാവണം. യഥാർത്ഥ വൃക്ഷത്തിൻ്റെ തെറ്റായ പ്രാതിനിധ്യമാകുന്ന ബന്ധനത്തിൽ നിന്നൊഴിയാൻ 12-ാം അധ്യായത്തിൽ വിവരിച്ചതുപോലെയുള്ള ഭക്തിയുത സേവനം വളരെ ഗൗരവത്തോടെ സ്വീകരിക്കണം. ഭൗതിക പ്രകൃതി എല്ലാ പ്രക്രിയകളെയും മലിനപ്പെടുത്തുന്നതെങ്ങനെയെന്ന് 14-ാം അധ്യായത്തിൽ വിവരിച്ചിട്ടുണ്ട്. ഭക്തിപൂർവമായ ഭഗവത് സേവനം ഒന്നേ തികച്ചും അതീന്ദ്രിയമായുള്ളൂ. പരമം മമ എന്ന വാക്കുകൾക്കിവിടെ പ്രാധാന്യമുണ്ട്. വാസ്തവത്തിൽ ഏതൊരു മുക്കുമൂലയും പരമപുരുഷൻ്റേതു തന്നെ. എങ്കിലും പരമം, അതായത് 6 ഐശ്വര്യങ്ങളും തികഞ്ഞത് ആധ്യാത്മിക ലോകമത്രേ. അവിടെ വെയിലോ നിലാവോ നക്ഷത്രങ്ങളോ ആവശ്യമില്ലെന്ന് ഖഡോപനിഷത്തും പറയുന്നുണ്ട്. ന തത്ര സൂര്യോഭാതി ന ചന്ദ്രതാരകം 2:2-15. പരവ്യോമം മുഴുവൻ ഭഗവാന്റെ അന്തരംഗ ശക്തി കൊണ്ട് തന്നെ പ്രകാശമാനമാണ്. ആ പരമധാമം ആത്മസമർപ്പണത്താലല്ലാതെ മറ്റൊരു വഴിയിലൂടെയും ആർക്കും പ്രാപ്യമല്ല. ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു.